ആ ഞാൻ പ്രതീക്ഷിച്ചു ഇപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. അമ്മ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? ഈ ഭക്ഷണം ഇവള് തന്നെ കുറച്ച് ആദ്യം കഴിക്കണമെന്ന് പറയായിരുന്നു. ഇതില് വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. അഥവാ ചേർത്തിട്ടുണ്ടെങ്കിലും അമ്മയുടെ സംസാരത്തിന്റെ അത്രയും മാരകമായിരിക്കില്ല അത്. അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നവരോട് ഇങ്ങനെ തന്നെ പറയണം. രജനി, സാരമില്ല ചേച്ചി, ആന്റി മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കില്ല പറയുന്നത്. ഞാൻ മനസ്സിൽ പലതും വച്ചുകൊണ്ട് തന്നെയാ പറഞ്ഞത്. എടേ, ജീവിതം കൈവിട്ട് നിൽക്കാൻ ഞാൻ എന്തു പറയാനും എനിക്ക് അവകാശമുണ്ട്. നീ എന്നെ തിരുത്താനോ ഉപദേശിക്കാനൊന്നും വരണ്ട. ആ ബാഗിങ് തന്നെ. പിന്നെ അച്ഛനെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ചേച്ചി, ആന്റിയുടെ കാര്യം ഓർത്തിട്ടുള്ള വിഷമേ ഉള്ളൂ. അത് ആർക്കായാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭാര്യ സുഖമായിട്ടിരിക്കണമെന്നല്ലേ ഏത് ഭർത്താവ് ആഗ്രഹിക്കും. ഇപ്പൊ ദേവികയുടെ കാര്യത്തിലും നന്ദന്റെ ശ്രദ്ധ കണ്ടില്ലേ? മതി, നിർത്ത്. ഇവിടെ രണ്ടുപേരുടെ ആവശ്യമില്ല. നീ പൊയ്ക്കോ. അവിടെ സിദ്ധുവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം. ആ അത് നേരാ. ദേവിക, നീ വീട്ടിലേക്ക് പൊക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ. ചേച്ചി ചേച്ചി പോയിക്കോ, ഞാനിവിടെ ആന്റിക്കൊപ്പം നിന്നോളാം. ആ ഇവിടെ ഇപ്പൊ ഞാൻ മതിയെന്നേ, ഞാൻ നോക്കിക്കോളാം. അതുമല്ല, മരുന്നിന്റെ ഒക്കെ കാര്യങ്ങൾ സിസ്റ്റേഴ്സ് എന്നോടാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതൊക്കെ അറിയൂ. മരുന്നൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലായിക്കോളാം ചേച്ചി. രജനി, അവള് മലയാളത്തിലല്ലേ പറഞ്ഞത് ഇവിടെ എന്റെ അടുത്ത് നിക്കാമെന്ന്? നിനക്കെന്താ നിർബന്ധം അവളെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന്? എന്നെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണക്കാരി ഇവള് കൂടിയാ. അതിന്റെ ഒരു കുറ്റബോധം കാണും. അവള് നിക്കട്ടെ, നീ ചെല്ല്. അമ്മേ, ഇവരുടെ വിവാഹം കഴിഞ്ഞു വന്നിട്ടല്ലേ ഉള്ളൂ. പുതുമോടിയിൽ വന്ന് നിൽക്കേണ്ട സ്ഥലമാണ് ആശുപത്രി. ദേവികെ, നീ വീട്ടിലേക്ക് ചെല്ല്. അച്ഛൻ നീ എവിടെ ഉണ്ടെങ്കിലും ശരിയാവൂ. ഡേ, നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞത് ഞാനാ. പോ, ഇവിടെ എന്റെ മകന്റെ ഭാര്യ മതി. ഓ, അങ്ങനെയെങ്കിലും ആ നാവിന്നൊന്നും വന്നല്ലോ, മകന്റെ ഭാര്യയെന്ന്. ചേച്ചി പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. നിനക്കിവിടെ നിന്നേ പറ്റുള്ളല്ലേ? നിനക്കിത് എന്തിന്റെ കേടാടി? എന്നാ ഞാൻ പോയി നന്ദനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞേക്കാം. ഇവിടെ ഒരാൾ മതി. സിദ്ധുവിന്റെ കാര്യങ്ങൾ നോക്കാനും ഫിസിയോതെറാപ്പി ചെയ്യാനും അവിടെ രണ്ടുപേരുടെ ആവശ്യം. നീ പൊയ്ക്കോ. ചേച്ചി ചെല്ല, ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞില്ലേ. നീ എന്താ മിഴിച്ച് എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ല. അങ്ങോട്ട് മാറിക്കിടി.